ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ഫ്ലോറൽ ഹെയർ ബാൻഡ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മെറ്റലിൻ്റെ ഒരു ബേസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മൾട്ടി കളർ ഫോം ഫ്ലവേഴ്സും പോളണും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേൾ ബീഡ്സ് ഇതേപോലെ ഗോൾഡൻ വയറിൽ ചുറ്റിയെടുക്കുന്നുണ്ട്. അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ഈ മെറ്റൽ ബേസിലേക്ക് ഗ്രീൻ ടാപ്പ് ഫെവിക്കോൾ വെച്ച് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഫ്ലവറിന് ഇതേപോലെ കമ്പികൾ ഉണ്ടെങ്കിൽ കട്ടർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫ്ലവർ രണ്ട് സൈഡിലേക്കും വെച്ച് ഗ്രീൻ ടാപ്പ് വെച്ച് ചുറ്റിയെടുക്കാം. അതൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ ഈ ചെയ്യുന്നതൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ലോയിൽ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് പോളനാണ് വെക്കുന്നത്. അതും ഇതേപോലെ ചുറ്റിയെടുക്കുക. ഇനി ഇതേപോലെ ഓരോ ഫ്ലവേഴ്സും ബീഡ്സും പോളണും വെച്ചാണ് ചുറ്റിയെടുക്കുന്നത്. നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഊരിപ്പോരും. ഇതേപോലെ രണ്ട് സൈഡിലേക്കും ഫ്ലവർ വെച്ച് ബീഡ്സും പോളണും വെച്ച് ഇത് മുഴുവനായിട്ടും ചുറ്റിയെടുക്കുക. ഇതുവരെ ചെയ്തതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂട്ടുകയാണ്, ഇല്ലെങ്കിൽ ലെങ്ത് കൂടി നിങ്ങൾക്ക് തന്നെ ബോറടിക്കും.
ഫ്ലോറൽ ഹെയർ ബാൻഡിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. നിങ്ങൾക്കും ഇതുപോലെയുള്ള ഹെയർ ആക്സസറീസ് കസ്റ്റമൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.